സൗമ്യ എന്തുട്ടാ പരിപാടി ഇന്ന്? ഇന്നേ കുറച്ച് കടഞ്ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് റോസ്റ്റ് ചെയ്യാന്ന് കരുതി. എന്താ നമ്മളിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ കടഞ്ഞണ്ട് വാങ്ങണത്. ഞണ്ട് അങ്ങനെ നമ്മൾ അധികം ഉപയോഗിക്കാത്തതുകൊണ്ട് അങ്ങനെ വാങ്ങാറില്ല. പക്ഷെ ഇന്ന് കണ്ടപ്പോൾ മേടിച്ചു. അപ്പോൾ നമുക്കിത് റോസ്റ്റ് ചെയ്യാം. ക്ലീൻ ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ഈ ഞണ്ടിൻ്റെ ആദ്യത്തെ കാല് തന്നെ ഒടിച്ചെടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഈ കാല് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഇതിൻ്റെ കുഞ്ഞിക്കാലുകൾ നമ്മൾ കളയുകയാണ് കേട്ടോ, വേസ്റ്റായിട്ട്. ഇതിനകത്തൊന്നും മാംസം ഉണ്ടാവില്ല. വലിയ കാലിനകത്ത് മാത്രമേ മാംസം ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് ഈ പുറന്തോട് കളയാം. തീരെ ചെറിയ ഞണ്ട് കേട്ടോ, പെട്ടെന്ന് പോരും. പിന്നെ നല്ല ഈ സൈഡിലുള്ള നല്ല ഇങ്ങനത്തെ ഇതൊക്കെ കളയാം, വേസ്റ്റാണ് അതൊക്കെ. എന്നിട്ട് ഈ സാധനമൊക്കെ വേസ്റ്റാണ്. ഇത്രയേ ഉള്ളൂ. നല്ല എളുപ്പമാണ് കേട്ടോ അത് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ഞണ്ടിലോട്ട് ഒരു 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലോണം കൈ കൊണ്ട് തന്നെ ഒന്ന് പുരട്ടിയിട്ട് ഒരു കുറച്ച് സമയം, ഒരു 15 സെക്കൻഡ് ഒന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മുളക് പൊടി ഉപ്പൊക്കെ ഈ ഞണ്ടിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ 15 സെക്കൻഡ് ഒന്ന് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മാറ്റി വെച്ച ഞണ്ടിലോട്ട് ഒരു 1/4 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കണം. ഞണ്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അധികം വെള്ളമായി പോകരുത്. എന്ന് വെച്ചാൽ വെള്ളം പറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞണ്ട് വേവുന്ന ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഇതിനകത്ത് വേവിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതാണ് ഞണ്ട് ഒന്ന് വെള്ളം വറ്റിച്ച് വേവിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ സൈഡിലായിട്ട് കുറച്ച് മീൻ വറുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഉണ്ണിയൊക്കെ വേണ്ടിയിട്ട് വറുക്കുന്നതാണ് കേട്ടോ. അവർക്ക് അങ്ങനെ ഞണ്ട് കൊടുക്കാറില്ല. അപ്പോൾ അവർക്ക് കൂടുതലും ഇഷ്ടം ഈ മീനാണ് കേട്ടോ. മീൻ വറുത്തതൊക്കെ എൻ്റെ മോനും ഭയങ്കര ഇഷ്ടം. മോളും കഴിക്കും. അവർക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ മീൻ വറുക്കുന്നത്. അപ്പം ആ ഒരു സമയം കൊണ്ട് ഞാൻ സൈഡിലായിട്ട് മീൻ വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഞാനിന്ന് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ് കേട്ടോ. മൺചട്ടിയിൽ വെക്കുന്നൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ, അതുകൊണ്ടാണ് ഞാൻ മൺചട്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് മൺചട്ടിയിലോട്ട് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ആവശ്യത്തിന് നാളികേരക്കൊത്ത് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നാളികേരക്കൊത്തൊക്കെ നമുക്ക് ഇഷ്ടത്തിന് ചേർക്കാം. എനിക്ക് നാളികേരക്കൊത്തിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നാളികേരക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ബ്രൗൺ കളറാവുന്നവരൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ, വഴറ്റി കൊടുക്കുക. അപ്പോൾ ആ എണ്ണയിലോട്ട് തന്നെ നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ എടുത്തേക്കുന്ന 3 സവാളയും 3 മീഡിയം സവാളയും 3 പച്ചമുളകാണ് കേട്ടോ. എരി കൂടുതൽ വേണ്ടുന്നവർക്ക് പച്ചമുളകും കൂടുതൽ ചേർക്കാം. അപ്പോൾ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ സവാള പെട്ടെന്ന് വാടും കേട്ടോ. അപ്പം നല്ല ഡാർക്ക് ബ്രൗൺ ആവണ വരെ നമുക്കൊന്ന് സവാള ഇളക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ സവാള ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലോട്ട് സവാള ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 10 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചതാണിത്. അതും കൂടി ഒന്ന് ചേർത്തൊന്ന് നല്ലോണം വഴറ്റി കൊടുക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു പച്ചക്കുത്ത് മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് തക്കാളിയാണ് കേട്ടോ. ഞാൻ ഒരു 2 ചെറിയ തക്കാളി അരിഞ്ഞതാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി വെന്ത് നല്ലോണം ഉടഞ്ഞ് ഈ സവോളയൊക്കെ ആയിട്ടൊന്ന് മിക്സ് ആവണ വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. സംഭവം ഈ സമയത്തൊക്കെ ഭയങ്കര ഒരു സ്മെല്ല് വരും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ നമുക്കിത് കഴിക്കാനുള്ളൊരു കൊതി വരും. ഞാൻ ഞണ്ടധികം കഴിച്ചിട്ടില്ലെങ്കിലും ആ സ്മെല്ല് വരുമ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ അതിലോട്ട് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി ഒക്കെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
പിന്നെ ആവശ്യത്തിന് ഗരം മസാലയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് അതിൻ്റെ പച്ചക്കുത്ത് മാറി അരപ്പൊക്കെ ഒന്ന് മിക്സായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഞണ്ടും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞണ്ടും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം തന്നെ ഞണ്ട് റോസ്റ്റ് ഏകദേശം റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയാണെങ്കിലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞണ്ട് റോസ്റ്റിന്. അപ്പം ഞണ്ട് റോസ്റ്റ് ഇഷ്ടമുള്ളവരൊക്കെ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സൂപ്പറാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൂടണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വീണ്ടും വീഡിയോ ഒക്കെ ചെയ്യാനുള്ളൊരു പ്രേരണ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഞണ്ട് റോസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.